മലയാള സിനിമയിൽ വ്യത്യസ്തമായ ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അനൂപ് മേനോൻ. സീരിയൽ മേഖലയിലൂടെയാണ് അനൂപ് തൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. ഒരു കാലത്ത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു അനൂപ്. പ്രവീണ അനൂപ് ജോഡിയിൽ ഇറങ്ങിയ സീരിയലുകളെല്ലാം തന്നെ വലിയ തോതിൽ ഹിറ്റാവുകയും ചെയ്തിരുന്നു. സ്വപ്നം, മേഘം തുടങ്ങിയ സീരിയലുകൾ വളരെയധികം ശ്രദ്ധ നേടിയവയുമാണ്. തുടർ വിനയൻ സംവിധാനം ചെയ്ത കാട്ടുചെമ്പകം എന്ന ചിത്രത്തിലൂടെയാണ് അനൂപ് മേനോൻ സിനിമയിലേക്ക് എത്തുന്നത്. അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നടന് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിൽ താരം തൻ്റെ കഴിവ് തെളിയിച്ചിരുന്നു. ഒരു സീൻ മാത്രമുള്ള കഥാപാത്രമാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും അതിന് മികച്ച രീതിയിൽ ഡെപ്ത് കൊടുക്കാൻ അനൂപ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സിനിമാ മേഖലയിൽ ഉയരുന്നതിനോടൊപ്പം വലിയ തോതിൽ തന്നെ ഗോസിപ്പുകളും അനൂപിനെ ചുറ്റിപ്പറ്റി വന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് നടി ഭാവനയുമായി ഉണ്ടായിരുന്ന ഗോസിപ്പാണ്. ആംഗ്രി ബേബീസ് എന്ന ചിത്രം മുതലാണ് ഭാവനയും മേനോനും ഒരുമിച്ച് അഭിനയിക്കാൻ തുടങ്ങുന്നത്. സാധാരണ ഗൗരവകഥാപാത്രങ്ങളിൽ നിന്നും മാറി അനൂപ് കോമഡിയിലേക്ക് ട്രൈ ചെയ്യുന്ന സമയം കൂടിയായിരുന്നു അത്. ആ സമയത്ത് ട്രിവാൻഡ്രം ലോഡ്ജ്, ആംഗ്രി ബേബീസ് തുടങ്ങി ഒരുപിടി ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ചെത്തി. ഈ കോമ്പിനേഷൻ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും വിവാഹം കഴിഞ്ഞു എന്നുമുള്ള തരത്തിൽ വളരെ വാർത്തകൾ വന്നിരുന്നു. വാർത്തകൾ വലിയ തോതിൽ ചൂടുപിടിച്ച സമയം അനൂപ് തന്നെ ഈ വാർത്തകൾക്കെതിരെ രംഗത്ത് വന്നു. ഭാവന തൻ്റെ അടുത്ത സുഹൃത്താണെന്നും സൗഹൃദത്തിനപ്പുറം മറ്റൊന്നും തനിക്ക് ഭാവനയോട് ഇല്ല എന്നുമായിരുന്നു അനൂപ് പറഞ്ഞത്. അപ്പോഴും വിവാദങ്ങൾ കെട്ടടങ്ങിയിരുന്നില്ല. തുടർന്ന് തന്നേക്കാൾ പ്രായമുള്ള ക്ഷേമ എന്ന പെൺകുട്ടിയെ അനൂപ് വിവാഹം കഴിച്ചതോടെയാണ് ഈ വാർത്തയ്ക്ക് ഒരു അവസാനം വന്നത്. ആ സമയത്ത് തന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയായ ക്ഷേമ എന്ന പെൺകുട്ടിയെ എന്തിന് അനൂപ് കല്യാണം കഴിച്ചു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. അനൂപ് മേനോൻ എന്താണെന്നോ അയാളുടെ സിനിമ തന്നെ നിരവധി ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. നിരവധി സ്ത്രീപക്ഷ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സുഹൃത്തായിരുന്ന ക്ഷേമ എന്നും ജീവിതത്തിൽ ഒരുപാട് ദുഃഖം സഹിച്ചവൾ ആണ് അവരെന്നും അതിനെ ഒക്കെ ചങ്കൂറ്റത്തോടെ നേരിട്ട ഒരു സ്ത്രീയാണ് അവരെന്നും അതാണ് തനിക്ക് അവരോട് ഇഷ്ടം തോന്നാൻ കാരണമെന്നും അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിരുന്നു. അടുത്ത സൗഹൃദമായിരുന്ന ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതെന്നും ആ സൗഹൃദമാണ് ഒരുമിച്ച് ജീവിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അനൂപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആമിയെപ്പോലെ ഒരു മകളെ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് മുൻപ് അനൂപ് മേനോൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കിട്ടിരുന്നു. തങ്ങളുടെ വിവാഹ വാർഷികത്തിനാണ് ഇങ്ങനെയൊരു പോസ്റ്റ് താരം പങ്കിട്ടത്. അനൂപിൻ്റെ വിവാഹ സമയത്ത് സിനിമാ മേഖലയിൽ നിന്നും അധികമാരും പങ്കെടുത്തിരുന്നില്ല. നടൻ ദിലീപ് മാത്രമാണ് വിവാഹത്തിന് എത്തിയിരുന്നത്. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.